ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ആരാണ്? പേര് പറഞ്ഞോളൂ. അൽഫിയ സെയിൻ. അൽഫിയ സെയിൻ, നല്ല പേരാണല്ലോ അൽഫിയ. ഇപ്പോൾ ഏത് ദ്വീപിൽ നിന്നാണ് വിളിക്കുന്നത് അൽഫിയ? കവരത്തിയാണോ? ആന്ധ്രോത്തിൽ നിന്നും അൽഫിയാണ് ഇപ്പോൾ വിളിക്കുന്നത് അല്ലേ? അൽഫിയ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇപ്പോൾ 5th ഏത് സ്കൂളിലാണ്? ജെബിഎസ് സെന്റർ. മോളുടെ വീടിൻ്റെ അടുത്തുള്ളത് ഈ സെൻട്രൽ സ്കൂളാണോ? യെസ്. ഓക്കെ. അൽഫിയ, നമ്മുടെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നേരത്തെ കേട്ടിരുന്നോ? അതെ. ഓക്കെ, ഇതിലപ്പോൾ നിയമങ്ങളൊക്കെ അറിയാലോ എങ്ങനെയാന്നുള്ളത്. ആ. എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും ഗ്രീൻ ക്വിസിൽ? 10. 10ൽ എത്ര എണ്ണത്തിന് ആൻസർ പറയണം സമ്മാനം കിട്ടണമെങ്കിൽ? 5 മേലെ. 5 ആയാലും മതി, ശരിയായിട്ടുള്ള 5 എണ്ണം പറയണം. അൽഫിയ, എങ്ങനെയാ സാധാരണ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാറുണ്ടോ? കുറച്ച്. എങ്ങനെയാ സ്കൂളിൽ വരുന്ന മത്സരങ്ങളിലേക്ക് പങ്കെടുക്കോ? സ്കൂളിൽ. അപ്പോൾ അൽഫിയ ഇപ്പോൾ 5ാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്? അതെ. അൽഫിയനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അൽഫിയക്ക് കൂടുതലും ഈ ഡാൻസ് കളിക്കാനാണോ ഇഷ്ടം, പാട്ട് പാടാനാണോ ഇഷ്ടം, ചിത്രം വരയ്ക്കാനാണോ ഇഷ്ടം, അല്ല സ്പോർട്സിലാണോ താല്പര്യം? ചിത്രം വരയ്ക്കാനാണ് ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കോ? അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും അല്ലേ? എന്നിട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് വരയ്ക്കാറ് സാധാരണ? പ്രകൃതിയെ കുറിച്ച്, പിന്നെ പ്ലാന്റ്സിനെ കുറിച്ച്, അങ്ങനത്തെ കുറച്ചൊക്കെ വരയ്ക്കും. ആഹാ. അപ്പൊ എങ്ങനെ നേരത്തെ തന്നെ വരക്കുമായിരുന്നോ? ചെറിയ ക്ലാസ്സിൽ നിന്ന് വരക്കോ? അത് ചെറിയ ചെറിയ റെയിൻബോ അങ്ങനത്തെ സാധനം ചെറിയ ക്ലാസ്സിൽ നിന്ന് വരയ്ക്കായിരുന്നു. അപ്പൊ അൽഫി എങ്ങനെയാ സ്കൂളിൽ നിന്നാണോ പഠിച്ചത്, അല്ല നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് വരയ്ക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നോ? സ്കൂളിൽ നിന്ന് നല്ലോണം വരയ്ക്കാൻ പഠിച്ചു, വീട്ടിൽ നിന്ന് ചെറുതായിട്ട് വരയ്ക്കും. എന്തായാലും അപ്പൊ നേരത്തെ തന്നെ വരയ്ക്കാനൊക്കെ താല്പര്യമുള്ള ആളാണല്ലേ? അപ്പൊ നല്ലൊരു ചിത്രകാരിയായി മാറട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് ചോദ്യങ്ങളായാലോ ആദ്യം? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. ഈ സണ്ണിനെ ചുറ്റിയിട്ട് ഒരുപാട് ഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ, പ്ലാനറ്റ്സ് ഉണ്ടല്ലേ? ആ പ്ലാനറ്റ്സിന്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടോ? പറയാൻ പറ്റുമോ അൽഫിയക്ക്? പറഞ്ഞോ. മെർക്കുറി, വീനസ്, എർത്ത്, ജൂപ്പിറ്റർ, സാറ്റേൺ, ഉറാനസ്, നെപ്റ്റ്യൂൺ. ഇപ്പൊ 7 അല്ലേ ആയിട്ടുള്ളൂ, ഒരെണ്ണം വിട്ടുപോയി. അത് ഏതാണെന്നറിയോ? ഏതാ? മാർസ്. മാർസ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ 8 ഗ്രഹങ്ങളും പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. ഇതിനെ ചുറ്റിയുള്ള 8 ഗ്രഹങ്ങളുടെ പേരും അൽഫിയ നല്ല സ്മാർട്ടായിട്ട് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലത്താലാണ് ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റും ഭ്രമണം ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഭ്രമണം, പരിക്രമണം, അതായത് റൊട്ടേഷൻ, റെവല്യൂഷൻ, അതൊക്കെ അൽഫിയ പഠിച്ചിട്ടുണ്ടോ? 5ാം ക്ലാസ് ആയിട്ട് ഇത്രയൊക്കെ പറഞ്ഞില്ലേ? നല്ല സ്മാർട്ടാണ്, അപ്പം നല്ല മിടുക്കിയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പോൾ 1 മാർക്ക് കിട്ടിയിട്ടോ. രണ്ടാമത്തെ ചോദ്യം: മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? ക്രിക്കറ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേര് പറഞ്ഞാലും ഇതിന്റെ ഉത്തരം കിട്ടും. സച്ചിൻ ടെണ്ടുൽക്കർ. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ ഇതിന്റെ ആൻസർ? ഇല്ല, വെറുതെ ഗസ് ചെയ്തതാണോ, അല്ല ഇതിന്റെ ആൻസർ അറിയാമായിരുന്നോ? വെറുതെ ഗസ് ചെയ്താ. അപ്പൊ എന്തായാലും ഉത്തരം ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം: ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ ഭൂഖണ്ഡം ഏതാണ്, അല്ലെങ്കിൽ വൻകര ഏതാണ്? അന്റാർട്ടിക്ക. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇപ്പൊ നോക്കിയേ, എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട് നമുക്ക്? 7 കോണ്ടിനെന്റ്സ്. പേര് പറയാമോ? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക. വെരി ഗുഡ്. ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ. വെരി ഗുഡ്, വെരി ഗുഡ്. അൽഫിയ ഭയങ്കര സ്മാർട്ടാട്ടോ, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? നല്ല മിടുക്കിയാണ് കേട്ടോ. ഇപ്പൊ ഇതിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്? ഓസ്ട്രേലിയ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ്? ഏഷ്യ. ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂഖണ്ഡം വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം കൂടിയാണ് ഏത്? അന്റാർട്ടിക്ക. എന്നാൽ വിവിധ രാജ്യങ്ങളുടെ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഡാർക്ക് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത് ഏതാ കോണ്ടിനെന്റ്? ആഫ്രിക്ക. വെരി ഗുഡ്. ഇതാരാ പഠിപ്പിച്ചേ? അമ്മയും പഠിപ്പിച്ച്, ചേച്ചി ഉണ്ടോ വീട്ടില്?
വീട്ടിലല്ല, അച്ഛന്റെ വീട്ടില്. ഇന്നലെ അച്ഛന്റെ വീട്ടിൽ പോയപ്പോ ചേച്ചി പഠിപ്പിച്ച. ചേച്ചി എന്ന് പറയുമ്പോ അൽഫിയയുടെ ആരാണ്? എന്റെ അച്ഛന്റെ ചേട്ടന്റെ മകൾ. അതായത് അൽഫിയ മോളുടെ മൂത്താപ്പാന്റെ മോള്. മൂത്താപ്പാന്റെ മോളാണ് പഠിപ്പിച്ചു തന്നത് അല്ലേ? ആ ഇത്താത്തയുടെ പേരൊന്ന് പറയാമോ? അസീസ. അസീസ. അസീസയാണ് പഠിപ്പിച്ചത് അല്ലേ? ആണോ? ടീച്ചറാണ്. ആള് ടീച്ചറാണോ? ടീച്ചറാവാൻ ഇപ്പൊ ട്രെയിനിങ്, ഇപ്പൊ TTC പഠിച്ചോണ്ടിരിക്കുകയാണ് അസീസ അല്ലേ? അപ്പൊ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ. അപ്പൊ കവരത്തിയില് ഡയറ്റില് പഠിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ആണോ? നാട്ടില്. അപ്പൊ അൽഫിയനെ കൂടുതൽ സഹായിക്കാറൊക്കെ ഉണ്ടോ പഠിക്കാനായിട്ട്? ഡൗട്ടൊക്കെ വരുമ്പോ ചേച്ചിയോട് ചോദിക്കാറുണ്ടോ? എന്നിട്ട് ക്ലിയർ ആക്കി തരാറുണ്ടോ? അപ്പൊ അസീസ എന്നാണ് പേരല്ലേ? പിന്നെ അൽഫിയൊക്കെ ആരൊക്കെയുണ്ട് വീട്ടില്? എനിക്ക് അനിയത്തി, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, പാപ്പ. ഉപ്പാപ്പയുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പേരെന്തെന്നാ? ഉപ്പാപ്പയുടെ പേര് കുഞ്ഞിക്കോയ, ഉമ്മമ്മയുടെ പേര് സിത്തുനിസ. പിന്നെ ബാപ്പയുടെ ഉമ്മയുടെ അനിയത്തിയുടെയും പേരോ? ബാപ്പയുടെ പേര് സൈനുലാബിദ്, അമ്മയുടെ പേര് നസ്രീന, അനിയത്തിയുടെ പേര് അർവിയ. അർവിയ? അത് ഭയങ്കര വെറൈറ്റി ആയില്ലേ, അർവിയ. അൽഫിയ ഇതിനു മുമ്പ് ഈ അർവിയ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് അനിയത്തി ജനിച്ചപ്പോ പേരിട്ടപ്പോ അറിഞ്ഞതാ. ഞാനും ഇപ്പൊ ആദ്യമായിട്ടാ കേൾക്കുന്നേ. അർവിയ അല്ലേ പേര്? എന്തായാലും നല്ല വെറൈറ്റി പേരാണ്. വീട്ടുപേരെന്തെന്നാ? വീട്ടുപേര് കൊറ്റക്കാട്ട് ഷഹനാസ് മൻസി. അങ്ങനെയാണോ വീട്ടുപേര് വരുന്നേ? ഓക്കെ. ഇപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ഇപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചതിൽ 3നും ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും തെറ്റിക്കാതെ പോവാട്ടോ, ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓക്കെ. 4ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6. ഉത്തരം ശരിയാണ്. ഈ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റോ? മോൾക്ക് കിട്ടുന്ന അത്രയും മതി, എല്ലാം വേണമെന്നില്ല. മോള് പഠിച്ചത്രയും ഒന്ന് പറഞ്ഞോ. ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഫ്രീഡം ഓഫ് റിലീജിയൻ. വെരി ഗുഡ്. അടുത്തതോ? കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇനി ഒരെണ്ണം കൂടി ബാക്കി, അതേതാണ് അവസാനത്തേത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നത്, നമുക്ക് ഉറപ്പ് നൽകുന്നത് അല്ലേ? ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സ്വത്തവകാശം എന്നുള്ളത് ഒരു മൗലിക അവകാശമായിട്ട് നിലനിന്നിരുന്നു. പിന്നീട് 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അതൊരു നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റി. ഓക്കെ, അതൊന്നും പഠിക്കണ്ട, ഇതാത്ത ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6. നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 7. അപ്പോൾ 4 ചോദ്യങ്ങൾക്കുള്ള ആൻസറും കറക്റ്റാണ്. ഇനിയിപ്പോൾ 5ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 5ാമത്തെ ചോദ്യം ഇതാണ്: സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് ആഹാരം നിർമ്മിക്കുന്നത്? അൽഫിയ പറയുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ബുക്കിൽ അത് ടിക്ക് ഇട്ടു. അതിൻ്റെ ആൻസർ ശരിയായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അൽഫിയ എന്തായാലും പറയുന്നുള്ള ഉറപ്പായിരുന്നു എനിക്ക്. EVS പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. സസ്യങ്ങളുടെ ഇലകളാണ് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഇലകളെ എന്തോന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതിനെ വിളിപ്പേര് എന്തൊക്കെയോ പറയാറുണ്ട്. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. അതുകൊണ്ട് സസ്യങ്ങളുടെ എങ്ങനെയാണ് പറയുന്നത്? ഇലകളെ സസ്യങ്ങളുടെ അടുക്കള അഥവാ ഭക്ഷണ ഫാക്ടറി അല്ലേ? അങ്ങനെയും കൂടി അറിയപ്പെടാറില്ലേ ഇലകളെ? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ മോള്? അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ അത് പഠിച്ചു വെക്കാം കേട്ടോ. ഇലകളിലെ ഹരിതകം എന്ന പച്ച വർണ്ണ വസ്തുവാണ് ഇതിന് പ്രധാനമായും സഹായിക്കുന്നത്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, വേരുകൾ വലിച്ചെടുക്കുന്ന വെള്ളം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ആഹാരം നിർമ്മിക്കുന്നത്.
അത് പഠിച്ചിട്ടുണ്ടാവല്ലോ ഫോട്ടോസിന്തസിസ് അല്ലേ? അതെ. ഏത് ക്ലാസ്സിലാണ് അത് പഠിച്ചത്? 4th സ്റ്റാൻഡേർഡ്. 4th പഠിച്ചു. ഓക്കെ. ഇപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി അൽഫിയക്ക്. 5. കൺഗ്രാചുലേഷൻസ്. എന്ത് സന്തോഷായില്ലേ? ജയിച്ചു. സന്തോഷായി. ഇനി ബാക്കി ചോദ്യങ്ങൾ ചോദിക്കണോ? ചോദിച്ചോ. ചോദിക്കാല്ലേ? ഇപ്പൊ കുറച്ച് ധൈര്യമൊക്കെ വന്നു. കാരണം ഇനിയിപ്പോ തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് സമ്മാനം കിട്ടും ഇല്ലേ? അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് തെറ്റിപ്പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ തെറ്റിക്കണ്ട കേട്ടോ, ഫുൾ മാർക്ക് കിട്ടട്ടെ. അടുത്ത ചോദ്യം, ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. മുംബൈ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നല്ല സ്മാർട്ടാണ്. ഇതുപോലെ ഒന്ന് ഇനിയും പഠിക്കാം കേട്ടോ നന്നായിട്ട്. ഓക്കെ. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. പോവാല്ലേ 8ാമത്തേല്? ലക്ഷദ്വീപിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു? നമ്മുടെ ഇവിടെ നിന്ന് എത്ര അംഗങ്ങളാണ് ലോക്സഭയിൽ പോകുന്നത്? എംപിമാർ എത്രയുണ്ട് ലക്ഷദ്വീപിന്? 2 എംപിമാരുണ്ടോ? ഒന്നുകൂടി പറ, ആൻസർ കറക്റ്റ് ആയിട്ട് പറ. 2 എംപിമാരുണ്ടോ? ഇല്ല കേട്ടോ, ഉത്തരം തെറ്റിപ്പോയി. ആൻസർ വരുന്നത് 1 എന്നാണ്. ലക്ഷദ്വീപിൽ നിന്ന് ലോക്സഭയിലേക്ക് ആകെ 1 അംഗത്തെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ. നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി മാത്രമല്ലേ ജയിക്കുന്നുള്ളൂ. വോട്ടിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആരാണോ അവരായിരിക്കും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കിട്ടിയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ലോക്സഭ അംഗം ആരാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള? മുഹമ്മദ് ഹംദുള്ള സയ്യിദ് ആണ് അല്ലേ? അദ്ദേഹം ഏത് വർഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓർക്കുന്നുണ്ടോ? ഇലക്ഷൻ നടന്ന വർഷം ഓർക്കുന്നുണ്ടോ? പറഞ്ഞുതരാട്ടോ. 2024 ഇലക്ഷന് നടത്തിയത്. ഓരോ 5 വർഷം കൂടുമ്പോഴാണല്ലോ ഇലക്ഷൻ നടക്കുന്നത് അല്ലേ? അങ്ങനെ 2024 ഇലക്ഷൻ നടന്നത്. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമായ ഹംദുള്ള സയ്യിദാണ് ഈ മണ്ഡലത്തിൽ, നമ്മുടെ ലക്ഷദ്വീപ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ലോക്സഭയിലേക്ക് പോയത്. അടുത്ത 9ാമത്തെ ചോദ്യം. അപ്പോൾ 1 തെറ്റിപ്പോയിട്ടോ. അടുത്ത 9th ക്വസ്റ്റ്യൻ ഇതാണ്. 8 കൈകളും 3 ഹൃദയങ്ങളും നീല നിറത്തിലുള്ള രക്തവുമുള്ള ജീവി ഏതാണ്? ഒക്ടോപ്പസ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിന് ആൻസർ അറിയാമായിരുന്നോ നേരത്തെ? 8 കളറും 3 ഹൃദയം നീല കളർ രക്തം പഠിച്ചില്ല. അപ്പോൾ നീല കളർ രക്തം മാത്രമാണ് ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ അല്ലേ? ഒക്ടോപ്പസിനെ കുറിച്ച് ബാക്കി 8 കൈകളാണ് 3 ഹൃദയങ്ങളാണെന്നുള്ളത് അറിയായിരുന്നു അല്ലേ? അത് കഴിച്ചിട്ടുണ്ടോ അൽഫിയ? എന്റെ അമ്മ ഒരിക്കൽ ടേസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു. എന്നിട്ട് ഇഷ്ടമായോ? അത് രസമുണ്ടായിരുന്നു. പിന്നെ ചോറിനോട് കഴിച്ചപ്പോ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് അത്ര ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് അത് കഴിക്കാൻ തോന്നിയോ? പിന്നീട് തോന്നി. ഞങ്ങളുടെ മാമൻ ഫിഷറാ. എന്നിട്ട് അപ്പൊ കിട്ടാറുണ്ടോ നിങ്ങൾക്ക് ഒക്ടോപ്പസ് ഒക്കെ? അപ്പൊ അങ്ങനെ അൽഫി ഇടക്ക് കഴിക്കാറുണ്ടോ? ഇടക്ക് അമ്മ തരും, ഞാൻ പറയും വേണ്ടെന്ന്. അത്രക്കൊന്നും ഇഷ്ടമല്ല അല്ലേ? ചിക്കനൊക്കെയാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും ഒക്ടോപ്പസ് ഉത്തരം ശരിയാണ്. ഇതിനിപ്പോ നമ്മള് 3 ഹൃദയങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ 1 ഹൃദയം ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ 2 ഹൃദയങ്ങൾ ബാക്കിയുണ്ട്. അത് ചെകിളകളിലേക്കാണ് രക്തം എത്തിക്കുന്നത്. ബാക്കി 2 ഹൃദയങ്ങളും അതിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പൊ മോള് പറഞ്ഞ പുതിയതായിട്ട് പഠിച്ചൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നല്ലോ, നീലരക്തം. അതിനുള്ള കാരണം പറഞ്ഞു തരട്ടെ? നമ്മുടെ മനുഷ്യരില് രക്തത്തിന്റെ നിറം ഏതാ? നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ് അടങ്ങിയ ഹീമോഗ്ലോബിൻ ആണ്. എന്നാൽ ഈ ഒക്ടോപ്പസിന്റെ ശരീരത്തിൽ ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ അടങ്ങിയ ഹീമോസയാനിൻ എന്ന ഘടകമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് കാരണമാണ് ഇവയുടെ രക്തത്തിന് നീല നിറം വരുന്നത്. അവസാനത്തെ ചോദ്യമാണ്, നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അതായത് ബ്ലൂ പ്ലാനറ്റ്. നെപ്റ്റ്യൂൺ. ഉത്തരം തെറ്റിപ്പോയി. ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റ് ആണ്, നമ്മളുള്ള സ്ഥലമാണ്. അതേതാ നമ്മളുള്ള പ്ലാനറ്റ്? ഏതാ? എർത്ത്. അതായിരുന്നു ഉത്തരം. ശരിക്കും പറഞ്ഞാല് ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% ജലത്താലാണ് പൊതിഞ്ഞിരിക്കുന്നത്. ജലമാണ് ചുറ്റിലും നമ്മുടെ ഭൂമിയിൽ.
അതുകൊണ്ട് തന്നെയാണ് ഇത് ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്നത്. അതിനാലാണ് നമ്മുടെ ഭൂമിക്ക് ഈ പേര്, അതായത് നീലഗ്രഹം എന്ന പേര് ലഭിച്ചത്, കൂടുതലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്. അപ്പം എന്തായാലും അൽഫിയ നല്ല രീതിയിൽ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. എത്ര മാർക്ക് കിട്ടി ഇപ്പോൾ ടോട്ടല്? 7 ആണോ? 8 അല്ലേ? 8. 2 എണ്ണേ തെറ്റിപ്പോയിട്ടുള്ളൂ. എന്തായാലും നല്ല മിടുക്കിയായിട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ നല്ല മിടുക്കിയായിട്ട് ഇനിയും പഠിക്കാട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ. ഓക്കെ, താങ്ക് യു, ബൈ. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപ്പുര.